സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടൻ തന്നെയാണ് ആദിത്യ ജയൻ. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2025 മുതൽ മിനിസ്ക്രീനിന്റെ ഭാഗമാണ് താരം. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും ആദിത്യൻ അഭിനയിച്ചിട്ടുണ്ട്. മണിയറക്കള്ളനാണ് ആദ്യ സിനിമ. രാജൻ പി ദേവി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. സിനിമകളിൽ സഹനടൻ റോളുകളിലായി തിളങ്ങിയതെങ്കിൽ സീരിയലിൽ സജീവമായപ്പോൾ ആദിത്യൻ ശ്രദ്ധ നേടിയത് നെഗറ്റീവ് റോളുകളിലൂടെയാണ്. ആകാശദൂത്, മറ്റൊരുവൾ തുടങ്ങിയ നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങളാൽ നിറഞ്ഞ കരിയറാണ് താരത്തിൻ്റേത്. നടി അമ്പിളി ദേവിയുമായി നടന്ന വിവാഹമോചനമാണ് അതിൽ ഒന്ന്. ഗാർഹിക പീഡനത്തിന് ആദിത്യൻ്റെ പേരിൽ അമ്പിളി പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു താരം. ഇപ്പോഴിതാ പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ. നടനിൽ നിന്നും അവതാരകനിലേക്ക്. സിനിമ ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ അവതാരകൻ ആദിത്യനാണ്. ആദിത്യൻ്റെ മനോഹരമായ അവതരണത്താൽ പതിവ് മുഖാമുഖ പരിപാടികളിൽ നിന്നെല്ലാം വേറിട്ട ഒരു അനുഭവം ലഭിച്ചുവെന്നും ആസ്വാദകർ ഒട്ടും മുഷിച്ചൽ തോന്നാത്ത ഭംഗിയായി നടൻ നിർവഹിച്ചുവെന്നുമാണ് ബ്രോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ച പ്രതികരണങ്ങൾ. സീരിയൽ താരം സ്നേഹ സുരേന്ദ്രനായിരുന്നു ആദിത്യൻ്റെ ബ്രോഡ്കാസ്റ്റിലെത്തിയ ആദ്യ അതിഥി. ഇവരുടെ സംഭാഷണത്തിൻ്റെ വീഡിയോകൾ ചെറിയ ഭാഗങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്നേഹ സുരേന്ദ്രനുമായി സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതിനെ കുറിച്ച് ആദിത്യൻ സംസാരിച്ച ഭാഗമാണ് വൈറലായത്. കൊളാബ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്നും സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് സ്നേഹയോട് നടൻ ചോദിച്ചത്. കൊളാബ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്നും ചെറിയ രീതിയിൽ വരുമാനം വരുന്നുണ്ടെന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വരുമെന്നുമാണ് സ്നേഹ പറഞ്ഞത്. നടൻ്റെ മുഖത്ത് വന്ന മാറ്റം കണ്ടാണ്. മുഖം കരുവാളിച്ചിരിക്കുന്നു. ഇരുനിറമാണ് ആദിത്യന്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ചിലരുടെ സംശയം. കരൾ രോഗം ബാധിച്ചവരുടെ മുഖം ഇത്തരത്തിൽ കരുവാളിക്കാറുണ്ടെന്നാണ് കമൻറ്റ് ബോക്സിൽ ചിലർ കുറിച്ചത്. ദൈവം നല്ല എന്തോ പണി കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. ആദിത്യൻ എങ്ങനെയാണ് കറുത്തത്? മുഖം എന്തുപറ്റി? ലിവർ പോയോ എന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. നടൻ ഒന്നിനോടും പ്രതികരിച്ചിട്ടുമില്ല. അമ്പിളി ദേവിയുമായുള്ള വിവാഹമോചന കേസ് നടക്കുന്ന സമയത്ത് ആദിത്യൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സ്വരാജ് റൗണ്ട് നടുവിലാൽ പരിസരത്ത് കാറിൽ ഞരമ്പ് മുറിച്ച നിലയിൽ അവശനായി കിടക്കുകയായിരുന്നു ആദിത്യനെ നാട്ടുകാരാണ് അന്ന് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത്. അമ്പിളിയിൽ ഒരു മകനുമുണ്ട് ആദിത്യന്.